അതിൻ്റെ ജീവിത ദർശനത്തോട് നീതി പുലർത്തുന്നവരാണ്. സാധാരണ ചിലപ്പോൾ ഈ അവാർഡ് ആരുടെ പേരിലാണോ, ചിലപ്പോൾ അവാർഡ് വാങ്ങുന്നത് ആരാണോ, തമ്മിലൊരു ഒരു ആശയപ്പൊരുത്തം ഉണ്ടായിരിക്കുകയില്ല. വെറുതെ ഫോട്ടോയിൽ പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി കൊടുക്കുന്ന അവാർഡുകളൊക്കെ ഉണ്ടാവുക, ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ ഇത് ഏറ്റവും ഉചിതമായ ആത്മാർത്ഥമായ ബന്ധങ്ങളുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണ്. ആശയങ്ങളുടെ കൂടിച്ചേരലാണ്, ആദർശങ്ങളുടെ കൂടിച്ചേരലാണ്. ആദർശങ്ങൾ ഒരിക്കൽ കൂടി കൂടുതൽ ഊർജം ആവാഹിച്ചുകൊണ്ട് സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു ഉൾപ്രേരണയാണ് കൊളത്തൂർ മൗലവി സാഹിബിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ദാനം എന്നതിൽ അവാർഡ് കമ്മിറ്റിയെ ഞാൻ ആർദ്രമായി അഭിനന്ദിക്കുക. നിങ്ങൾ സാർത്ഥകമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സാർത്ഥകമായിരുന്നു. വെറുതെ പേരിന് വേണ്ടി കൊടുക്കുകയല്ല. നിങ്ങൾ സമൂഹത്തിൻ്റെ മൗലവി സാഹിബ് എന്തിനു വേണ്ടിയാണോ ജീവിച്ചത്, ആ ജീവിതത്തെ പുതിയ കാലഘട്ടത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുവാനാണ് ഈ അവാർഡ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ അവാർഡിൻ്റെ പ്രത്യേകത. ഈ അവാർഡിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം അത് അർത്ഥവത്താകുന്നത് അവിടെയാണ്. കൊളത്തൂർ മൗലവി സാഹിബ് സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവാർഡ് വാങ്ങുന്നവരാണ് തന്നെയാണ്. ജമാൽ സാഹിബായാലും ബാബ സാഹിബായാലും MC ആയാലും ആദരണീയനായ ഉസ്താദ് നദ്വി സാഹിബായാലും അവരൊക്കെ പ്രവർത്തിച്ചോ അങ്ങനെയാണ്. സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിലുപരിയായി സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, നവോത്ഥാന മേഖലകളിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. രമൺ സാഹിബ് വയനാട് മുട്ടിലെത്തുകാർ, ബാബ സാഹിബ് ഉന്നത രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിലും അദ്ദേഹം അവിടെ നടത്തുന്ന ഐനുൽ ഹുദ സ്ഥാപനങ്ങൾ, കാപ്പാട്ടെ ഐനുൽ ഹുദ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിൽ വളരെ വലിയൊരു സ്ഥാനം വഹിക്കുന്ന സ്ഥാപനമാണ്. MC അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിലും അദ്ദേഹം അതിലുപരിയായിട്ട് രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ നവോത്ഥാന, അതുപോലെ തന്നെ സാമൂഹ്യ സമുദ്ധാരണ മേഖലകളിലൊക്കെ നിറഞ്ഞുള്ള വ്യക്തിത്വമാണ്. മൗലവി സാഹിബിൻ്റെ ആ ദർശനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അദ്ദേഹം വെറുതെ ഇരിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയാണ് എപ്പോഴും നമുക്കൊക്കെ അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചിരുന്നത്. അദ്ദേഹവുമായി വേദി പങ്കിടാനും അദ്ദേഹവുമായി പ്രവർത്തനങ്ങളിൽ ഇടപഴകി ജീവിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം ജില്ലാ ട്രഷററായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷററായിരുന്നു. ഞാൻ നേരത്തെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ജില്ലാ പ്രവർത്തക സമിതി ഉണ്ടായിരുന്ന ആ സമയത്തും അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിട്ടോ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വമായിട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോഴൊക്കെ അവിടുത്തെ ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ യാത്രകൾ, അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രകളൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രന്ഥം വായിക്കുന്നത് പോലെയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ സംസാരമൊക്കെ തന്നെ ഒരു ഗ്രന്ഥപാരായണം പോലെ കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ്. അനുഭവങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. ഈ ഭാഷാ സമരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വെറുതെ കേട്ടൊരു വെച്ചല്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം ഭാഷാ സമരത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത്. പിന്നെ എൻ്റെ വാപ്പയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കൊടുപ്പനക്കൽ വരുന്നു, വാപ്പാനെ കാണും. വാപ്പ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പലയിടത്തും യോഗത്തിന് പോകാറുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് കൊളത്തൂരും ഭാഗത്തൊക്കെ പോകുമ്പോൾ ബാപ്പ അദ്ദേഹത്തെ കാലിൽ കയറ്റിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ബാപ്പ കുറച്ച് പ്രസംഗിക്കും. കൊളത്തൂരിന് മൗലവി എന്നുള്ള അല്ല പറയാം, ഈ കുട്ടി പ്രസംഗിക്കട്ടെ എന്ന് പറയുന്നത് ബാപ്പ പറയുന്നത്. ഇത് കുട്ടി CH ആണ്, ഇയാൾ പ്രസംഗിക്കട്ടെ എന്ന് ബാപ്പ പലപ്പോഴും പല വേദികളിലും അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ടായിരുന്നെന്ന് കൊളത്തൂർ മൗലവി സാഹിബിനോടൊക്കെ പറയാറുണ്ട്. ജ്യേഷ്ഠൻ ഷിഹാബ് തങ്ങളുമായിട്ടും അദ്ദേഹത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ബറലി തങ്ങളുമായിട്ടും ഹൈദരലി തങ്ങളുമായിട്ടൊക്കെ തന്നെ. കാരണം അദ്ദേഹം എപ്പോഴും സാമുദായിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞ വ്യക്തിയായിരുന്നല്ലോ.
മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ മാത്രമല്ല, അല്ലാത്ത വേദികളിലും, പ്രത്യേകിച്ച് മതപ്രഭാഷണ വേദികളിൽ റബീഉൽ അവ്വലൊക്കെ ആയാൽ അദ്ദേഹത്തിന് എപ്പോഴും തിരക്ക് തന്നെയാണ്. റബീഉൽ അവ്വലിൻ്റെ പരിപാടിയിൽ, നബിദിന ആഘോഷ പരിപാടികളിലും മദ്രസകളിലൊക്കെ നടക്കുന്ന പ്രഭാഷണങ്ങൾ, പള്ളികളിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ, അതിലൊക്കെ തന്നെ മിക്ക ദിവസങ്ങളിലും അദ്ദേഹം അതിലൊക്കെ പങ്കാളിയാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മതപ്രഭാഷണമായാലും രാഷ്ട്രീയ പ്രഭാഷണമായാലും അതൊക്കെ തന്നെ വിജ്ഞാനപരമായിരിക്കും. ആ കാര്യങ്ങളൊക്കെ വളരെ മുന്നിലിരിക്കുന്നവരെ എന്തെങ്കിലും മനസ്സിലാകണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഭാഷാ സമരത്തെക്കുറിച്ചുള്ള അക്കോമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന ആ 3 കാര്യങ്ങളുണ്ട്. അത് എന്താണ് എന്ന് പ്രസംഗം കേൾക്കുന്നവന് നല്ലവണ്ണം മനസ്സിലാകണമെന്നുള്ളവർക്ക് അതിങ്ങനെ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്നും മറക്കാൻ സാധിക്കുകയില്ല. ഇടയ്ക്കൊക്കെ തമാശയും പറയും. ഒരിക്കൽ അക്കോമഡേഷനെ കുറിച്ച് പറഞ്ഞത് തമാശ കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അതിന് പെട്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അറബി ഭാഷ സാധാരണ പഠിക്കണമായില്ല, അത് പഠിക്കണമെങ്കിൽ വേറെ ക്ലാസ് വേണം, വേറെ സ്കൂൾ വേണം എന്നുള്ള രീതിയിലാണ് അക്കോമഡേഷൻ. അപ്പോൾ അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയിട്ട് നമ്മൾ ഫർദ് സ്കെച്ചിൽ സുന്നത്ത് സ്കരിക്കാൻ വേറെ പള്ളിയിൽ പോകണം എന്ന് പറയുന്നത് പോലെയാണ് അറബി പഠിക്കാൻ വേറെ സ്കൂളിൽ പോകണമെങ്കിൽ വേറെ ക്ലാസ്സിൽ പോകണം എന്ന് പറയുന്നത് അദ്ദേഹം തമാശയായിട്ട് പറയാറുണ്ട്. സദസ്സ് കേട്ട് ഇങ്ങനെ വലിക്ക് ചിരിക്കും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ തമാശയുടെ വേമ്പൊടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ വർത്തമാനമായാലും പ്രസംഗമായാലും ഒക്കെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അത് നിലനിൽക്കുന്ന അത്തരം ആ മഹാത്മാക്കളുടെ ഓർമ്മകൾ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ എന്നതിലുപരിയായിട്ട് പാണ്ഡിത്യത്തിൻ്റെ പല മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നത് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. ആയിട്ടുള്ള പണ്ഡിതന്മാർ മുസ്ലിം ലീഗിനോടൊപ്പം നിന്നവരായിരുന്നു. മഹാനായ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ KT മാനു മുസ്ലിയാർ, അബ്ദുസ്സലാം മൗലവി സാഹിബ് അവറുകൾ, അതുപോലെ തന്നെ KC അബൂബക്കർ മൗലവി, അബ്ദുൽ ഗഫൂർ മൗലവി, നാട്ടിക മൂസ മൗലവി, മങ്കട അബ്ദുൽ അസീസ് മൗലവി, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ. അവരോടൊക്കെ ഒപ്പം തന്നെയാണ് പ്രിയപ്പെട്ട കൊളത്തൂർ മൗലവി സാഹിബ് ഉണ്ടായിരുന്നത്. പാണ്ഡിത്യത്തിൻ്റെ നിറവിടങ്ങളായിരുന്നു അവരൊക്കെ തന്നെ മുസ്ലിം ലീഗുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചവരാണ്. മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ പ്രസംഗിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആ വേദികളിൽ സാന്നിധ്യം കൊണ്ട് അവരൊക്കെ അനുഗ്രഹിച്ചവരായിരുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ ആദർശമാണ്. ആ ആദർശത്തിൽ അവർ അടിയുറച്ചു. കൊളത്തൂർ മൗലവി നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കുട്ടികളോടൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് MSF യൂത്ത് ലീഗുകളിൽ ചെറുപ്പക്കാരുടെ സദസ്സിലൊക്കെ അദ്ദേഹം അത് ഊന്നി പറയാറുണ്ട്. ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതോടൊപ്പം ഐക്യം കാത്തു സൂക്ഷിക്കുകയും വേണം. സമുദായത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അദ്ദേഹം പറയും. ഐക്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സമുദായത്തിൻ്റെ ഐക്യമായാലും സമുദായങ്ങൾക്കിടയിലുള്ള ഐക്യമായാലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ സമൂഹങ്ങളോടും നമുക്ക് ഐക്യത്തോടെയും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറേണ്ടി വരും. അവിടെ ചിലപ്പോൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എന്നും പ്രിയപ്പെട്ട മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറയാറുണ്ട്. അതും ആദർശത്തിൻ്റെ ഭാഗമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ആദർശമാണ്. വിട്ടുവീഴ്ച ചെയ്തിട്ടെങ്കിലും ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നിലും ഇടപെടേണ്ടിടത്ത് അദ്ദേഹം എപ്പോഴും ഇടപെടാറുണ്ട്. എപ്പോഴാണോ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴാണോ ഇടപെടേണ്ടത്, എവിടെയാണ് ഇടപെടേണ്ടത്, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എവിടെയാണോ ഇടപെടേണ്ടത്, അവിടെയൊക്കെ അദ്ദേഹം ധൈര്യപൂർവ്വം ഇടപെടുമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട സമയത്ത് ആരുടെയും മുഖം നോക്കാതെ അദ്ദേഹം ഇടപെടാൻ തയ്യാറുണ്ടാവുമായിരുന്നു. PSC മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അധ്യാപക സംഘടനാ നേതാവ് എന്നുള്ള നിലക്കൊക്കെ തന്നെ അദ്ദേഹം കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ് അതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ നമ്മുടെ ഓർമ്മകളിലെ വസന്തമായി അതൊക്കെ നിലനിൽക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. അതിനാരും അവരുടെ മുഖത്ത് നോക്കാറില്ല. കമ്മ്യൂണിസത്തിനെതിരെ
അദ്ദേഹം എപ്പോഴും ആഞ്ഞടിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. സോവിയറ്റ് റഷ്യയിൽ കഴിഞ്ഞ കാല അവിടുത്തെ ഗോർബച്ചേവിൻ്റെ പതനം, അവിടുത്തെ കമ്മ്യൂണിസത്തിൻ്റെ പതനം, ഇതേക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ വാചാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ അവാർഡ് കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് നദ്വി സാഹിബും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ചില ഒളിയമ്പുകൾ, അതായത് കർട്ടന് പിന്നിൽ നിന്ന് സമുദായത്തെ കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് ഉചിതമായ സമയത്ത് തന്നെ അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. ചില വിമർശനങ്ങളുണ്ട്, സമയത്തിന് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. സമയം കഴിഞ്ഞിട്ട് കൊടുത്തൊരു കാര്യമില്ല, സമയത്തിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പണ്ഡിത ദൗത്യം. ആ ദൗത്യമാണ് മഹാനായ ഉസ്താദുകൾ എപ്പോഴും നിർവഹിക്കാറുള്ളതെന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും. ആ നിലകൊക്കെ തന്നെയാണ് അദ്ദേഹം ആദരിക്കപ്പെടുന്നത്. ഈ അവാർഡ് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ കാലത്ത് നമ്മൾ സമുദായത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കണം, ആദർശ പ്രതിബദ്ധത നമ്മൾ കാത്തുസൂക്ഷിക്കണം. കൊളത്തൂർ മൗലവി സാഹിബിൻ്റെ ആ വലിയ സന്ദേശങ്ങൾ അതായിരുന്നല്ല, അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ട കാര്യങ്ങളാണ്. നന്മകളെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ആ സ്നേഹവും ബഹുമാനവും. അതിലൂടെയാണ് നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയുക. സാന്ദർഭികമായി മറ്റൊരു കാര്യം പറയുകയാണ്, നാളിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണല്ലോ. നമ്മൾക്ക് വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിലൊക്കെ നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ അമിതമായിട്ടുള്ള ആഹ്ലാദ പ്രകടനത്തിലേക്കൊന്നും പോകാതെ സന്തോഷിക്കണം. ആ സന്തോഷം പാർട്ടിയുള്ള പ്രതിബദ്ധതയും പാർട്ടിയുള്ള ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. ഇതുകൂടി ഞാൻ പറയുകയാണ്. ഈ എക്സിറ്റ് പോളിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെയ്ഡ് മീഡിയേഷനാണ്, ഒരു റിസൾട്ടല്ല. എനിക്കത് തോന്നിയിട്ടില്ല. ഗവൺമെൻറ് ഒരു പെയ്ഡ് മീഡിയേഷൻ, അതായത് ഇപ്പോൾ അവരിപ്പോൾ ഈ മറ്റേ EVM മെഷീനിൽ മറ്റേ തട്ടിപ്പൊക്കെ നടത്തുന്നതൊക്കെ മുമ്പേ കേൾക്കുന്നതാണല്ലോ. അങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തി വരുമ്പോൾ ചിലപ്പോൾ ഫലം മോശമാകുമ്പോൾ അതിനൊരു താങ്ങ് കൊടുക്കുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു മീഡിയേഷനാണ് ഇപ്പോൾ ഇന്നത്തെ ആ എക്സിറ്റ് പോളിലൂടെ പല മാധ്യമങ്ങളും നിർവഹിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലത് സത്യവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അള്ളാഹു ഒരു നല്ല ഭാവിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസ്മരിക്കുന്നു. എല്ലാത്തിലുള്ള ആശംസകൾ നൽകുന്നു. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. എൻഡോമെന്റ് കൈമാറുന്നതിന് ഒരു വാചകം കടമെടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന കൊളത്തൂർ മൗലവിയും നമ്മളിന്ന് ആദരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് നദ്വി അവർകളും ഇഴചേർന്ന് പോകുന്ന ഒരേ പ്രകൃതക്കാരും ഒരേ സ്വഭാവക്കാരും ഓരോ പ്രത്യേകതയുള്ള അവരുമായ രണ്ടാളുകളാണ്. ഇഴചേർന്ന് നിൽക്കുന്നു എന്ന വാക്കാണ് ആദരണീയനായ തങ്ങളവർക്ക് ഉപയോഗിച്ചത്. അതാണ് അതിൻ്റെ 100% ശരി. ഇവിടെ കൊളത്തൂർ മൗലവി സാഹിബിനെ കുറിച്ച് പറഞ്ഞു, എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു. ആ പാണ്ഡിത്യത്തിൻ്റെ അടയാളം അതിൻ്റെ ജാടകളല്ല. പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം വിനയമാണ്, ലാളിത്യമാണ്. ഒരു യഥാർത്ഥ പണ്ഡിതന് ആ വിനയം പ്രകടിപ്പിക്കാൻ കഴിയും. ജീവിതത്തിൽ ആ ലാളിത്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയും. ആ പാണ്ഡിത്യം കൊളത്തൂർ മുഹമ്മദ് മൗലവി ഉപയോഗപ്പെടുത്തിയത് സാമൂഹ്യ നന്മക്കാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്കല്ല, ഉയർന്ന സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാനോ സമൂഹത്തിൽ ഉന്നതിയിലെത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഇതറിയാം, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ട്രഷറർ സ്ഥാനത്താണ് അദ്ദേഹം എത്തിയത്. ആ എത്തിയതിന് അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ആദരിക്കൽ സമൂഹത്തിന് പാർട്ടിക്ക് അനിവാര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലെങ്കിലും അവിടെയെങ്കിലും അദ്ദേഹത്തെ എത്തിക്കാൻ പാർട്ടി ശ്രമിച്ചത്.
നമുക്കറിയാം മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്സീമമാണ്. നമ്മുടെ പണ്ടുകാലത്തൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പുകൾ മുസ്ലിം ലീഗ് എങ്ങനെ വളർന്നു വന്നു, ആളുകളെ എങ്ങനെ അതിലേക്ക് ആകൃഷ്ടരാക്കി, എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗിൽ നിൽക്കണം എന്ന് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് വാക്കുകളിലൂടെ അദ്ദേഹം ഇറങ്ങി വന്നു. പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ ക്യാമ്പുകളിൽ, സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ കൊളത്തൂർ മുഹമ്മദ് മൗലവിയുടെ പ്രസംഗം എല്ലാവർക്കും അനിവാര്യമായിരുന്നു. അദ്ദേഹം ഇല്ലാത്ത ക്യാമ്പുകൾ വളരെ ദുർലഭമായിരുന്നു. അദ്ദേഹം ചെയ്തതാണ് തൻ്റെ പാണ്ഡിത്യം താഴെ തട്ടിൽ സാധാരണക്കാർക്ക് പകർന്നു കൊടുക്കുക. വിദ്യ പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന് മാത്രം ഉണ്ടാകുന്നത്. അതാണ് അദ്ദേഹം ചെയ്തത്. ആ വിദ്യ കൊണ്ട് തനിക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടാക്കാം എന്നത് ആലോചിക്കുന്നതിന് പകരം അതെങ്ങനെ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് പകർന്നു കൊടുത്ത് സമൂഹത്തെ ആ വിദ്യയിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ എന്ത് കഴിയും എന്നാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. എപ്പോഴും മാറി നിൽക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. വിളിച്ചാലേ അദ്ദേഹം മുന്നോട്ട് വരും. ലാളിത്യം, വിനയം, ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു കൊളത്തൂർ മുഹമ്മദ് മൗലവി. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ ഇഴ ചേർന്നു എന്ന് തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട നദി ഉസ്താദിനെ കുറിച്ച് 100% ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാന ശേഖരങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, വിശേഷിപ്പിച്ചല്ലോ. ഇവിടെ നിന്നുള്ള ജാമിയ നൂരിയയിൽ നിന്നുള്ള പഠനം കഴിഞ്ഞു, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ, ജാമിയ നദ്വിയയിൽ ഒക്കെ കഴിഞ്ഞ് ഈജിപ്തിൽ പോയി. അവിടെ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പാണ്ഡിത്യം നേടി കേരളത്തിൽ വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. അതിനപ്പുറത്ത് ഡോക്ടറേറ്റിനപ്പുറത്തുള്ള ഗവേഷണ കാര്യങ്ങളിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളൊക്കെ ആയി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ ഒരാളും, ആദ്യം പരിചയമില്ലാത്ത ഒരാൾ ഡോക്ടർ നദി അവരെ കണ്ടാൽ ഇത്രത്തോളം പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വിനിയും ലാളിച്ചു. നമുക്കറിയാലോ, സംസാരം, വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടാലേ നമുക്ക് മനസ്സിലാവും. ബഹളം ഉണ്ടാക്കാനില്ല. പക്ഷെ പറയേണ്ടത് പറയും, പറയേണ്ടടുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയും. അതാണ് പാണ്ഡിത്യത്തിൻ്റെ അടിയാണ്. ആ പാണ്ഡിത്യം ലോകത്ത് മുസ്ലിം വിവിധ രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളില്ല, ഇന്ത്യ മുസ്ലിം രാജ്യമില്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ച് ചേരുന്ന സമ്മേളനങ്ങളിലൊക്കെ നദീം സാഹിബ് ക്ഷണിക്കപ്പെടുകയാണ്. അതും തുടർച്ചയായി. അദ്ദേഹം കഴിഞ്ഞ തവണ 5ാമത്തെ തവണയോ മറ്റോ ഇൻ്റർനാഷണൽ മുസ്ലിം കോൺഫറൻസിൽ പങ്കെടുത്തതിൽ ഇവിടെ നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി കാണുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ടാളുകളും ഏതാണ്ട് തുല്യതയുള്ളവരാണ്. ആ തുല്യത നമ്മൾക്ക് അവരുടെ ജീവിതമാണ് കാണിച്ചു തന്നത്. അവരുടെ പ്രസ്താവനകളോ അവരുടെ പ്രകടനങ്ങളോ അവരുടെ ജാടകളോ പത്രസമ്മേളനങ്ങളോ ഒന്നുമല്ല. അവരുടെ ജീവിതം അതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം. നമ്മൾ ചെയ്യേണ്ടത് അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. എന്തിനു വേണ്ടി നിൽക്കുന്നു? സമൂഹത്തിൽ അല്ലെങ്കിൽ തൻ്റെ സംഘടനയിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളിൽ, സുഹൃമലയങ്ങൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ സ്ഥാനങ്ങൾ ലഭ്യമാകാൻ സമയോചിതമായ അഭിപ്രായങ്ങൾ മാറ്റുന്ന ആളുകൾ ധാരാളമാണ്. അതിന് വ്യത്യസ്തമായി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ വിനയവും ലാളിത്യവും ഒഴിവാക്കാതെ തന്നെ, മറച്ചു വെക്കാതെ തന്നെ, അതിൽ നിന്ന് മാറ്റം വരാതെ തന്നെ സമൂഹത്തെ മാന്യമായ രീതിയിൽ അതിലേക്ക് നയിക്കുന്ന ആ പണ്ഡിതോചിതമായ പെരുമാറ്റവും സമീപനവും അതാണ് ഡോക്ടർ നദീ സാഹിബിനെ ഇന്ന് കൊളത്തൂർ മൗലവിയുടെ അവാർഡ് നേടാൻ പ്രാപ്തമാക്കിയത് എന്നാണ് എൻ്റെ വിശ്വാസം. ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാളുകളും നമ്മൾ സാധാരണ പറയുന്ന പോലെ നിറകുടം തുളുമ്പാറില്ല എന്ന് 1ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതി വെക്കാറ്. കോപ്പി എഴുതാൻ ടീച്ചർമാർ പറയും നിറകുടം തുളുമ്പാറില്ല. വിജ്ഞാനം അത് നിറഞ്ഞു കഴിഞ്ഞാൽ, ആ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി കഴിഞ്ഞാൽ പിന്നെ അവർ ലാളിത്യമുള്ളവരാവും, വിനയമുള്ളവരാവും. ഇത് വിജ്ഞാനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന ആളുകളുടെ കയ്യിൽ നേതൃത്വം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിലെ ഐക്യവും
വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എഴുതുന്നതല്ല. ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ഈ ദാറുൽ ഹുദ ഇത്ര വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയതിൻ്റെ ഒരു പുതിയ തിയറി അദ്ദേഹം കൊണ്ടുവന്നു. സാധാരണ മതവിദ്യാഭ്യാസം അതിൻ്റെ വഴിക്കും ഭൗതിക വിദ്യാഭ്യാസം അതിൻ്റെ വഴിക്കും പോകുന്നിടത്ത് ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം അക്കാലത്ത്, അതുകൊണ്ട് തന്നെയാണ് പലർക്കും അത് ദഹിക്കാത്തത്. അതുകൊണ്ട് അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഗുണം ലോകത്ത് സഞ്ചരിച്ചാൽ അറിയാം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ, ഉദ്യമികൾ, അവരുണ്ടാക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്, അവർ കാഴ്ചവെക്കുന്ന വലിയ സേവനങ്ങളുണ്ട്. ഒരുപാട് ഭരണാധികാരികളുടെ ഭരണത്തിന് സഹായിക്കുന്നവരാണ്, അവർക്ക് ദിശ കാണിച്ചു കൊടുക്കുന്നവരാണ്. ആത്മീയമായും ഭൗതികമായുമുള്ള മേഖലകളിൽ വലിയ സാന്നിധ്യം തെളിയിച്ച ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഡോക്ടർ നദീമിയുടെ നേതൃത്വത്തിൽ ഷാഫി ഹാജിയും ഒക്കെ ബാബുട്ടി ഹാജി തുടങ്ങി വെച്ച, ഹൈദ്രോസ് മുസ്ലിയാർ തുടങ്ങി വെച്ച ആ മഹത്തായ പാതയിലൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നത് ഈ സമുദായത്തിന് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള മഹത്തായ പ്രതിഫലം അവർക്കൊക്കെ നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും ലഭ്യമാകാൻ ഡോക്ടർ നദീം സാഹിബിന് ആയുരാരോഗ്യവും ദീർഘായുസും പരസ്പരം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത എൻഡോമെൻറ്റ് കമ്മിറ്റിയെ മുക്തകണ്ഠ പ്രശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആ പ്രധാന അല്ലാതെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുകയില്ല. നിസ്വാർത്ഥനായി നമ്മളുടെ ഇടയിൽ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗ് നേതാക്കളുടെ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ആദരവുകൾ പിടിച്ചു പറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചത് വലിയ ഒരു ചരിത്രം തന്നെയാണ്. തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ ആർക്കും മറക്കാൻ കഴിയില്ല. വേദിയിൽ കൊളത്തൂർ മൗലവി പ്രസംഗിക്കാൻ ഉണ്ട് എങ്കിലും എത്ര ധൃതിയുള്ളവരാണെങ്കിലും ശരി കുറച്ച് കേട്ടേ പോകും. ഞാൻ പല പദവികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതനുഭവിച്ചിട്ടുണ്ട്. തങ്ങൾക്കും തിരക്കുണ്ടാവും, മന്ത്രി എന്നുള്ള നിലയിൽ നമുക്കൊക്കെ തിരക്കുണ്ടാവും. പക്ഷേ കൊളത്തൂരിൻ്റെ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാൻ, അതൊന്ന് ആസ്വദിക്കാൻ അല്പം സമയം എല്ലാവരും കണ്ടെത്തും. അതിൽ നർമ്മരസം ഉണ്ടാവും, കാര്യം ഉണ്ടാവും, ബാക്കിയുണ്ടാവും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി പറയുകയാണ്, ബുദ്ധിജീവികൾ കുറേ ഉള്ള പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കിതൊന്നുമില്ല എന്നാണ് അവരുടെയൊക്കെ വിചാരം. പക്ഷേ കൊളത്തൂർ മൗലവിയെ പോലെയുള്ള വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ പാർട്ടിയെ, ഗവൺമെൻറ്റിനെ, ജനപ്രതിനിധികളെ ഒക്കെ ഉപദേശിക്കുകയും വേണ്ട സമയത്ത് വേണ്ട ബുദ്ധിപൂർവ്വമുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഹയാത്രികർ, ബുദ്ധിജീവികളുടെ സഹയാത്രികർ നമുക്കും ഉണ്ട് എന്ന് കൊളത്തൂർ മൗലവിയെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അനവധി ആളുകളെയും ചൂണ്ടിക്കാട്ടി നമ്മൾ ആ കാലത്ത് പറയുമായി. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രയോഗമുണ്ട്, ചിലർക്കൊക്കെ തലയിലല്ല ബുദ്ധി തൊക്കടയാണ്, പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ബുദ്ധി തലയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ നേരെ ചിന്തിക്കും എന്ന് അദ്ദേഹം പലപ്പോഴും പ്രസംഗത്തിൽ പറയുമായി. അറബി ഭാഷാ പ്രശ്നമൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ്. പിൽക്കാലത്ത് CH-ഉം അതുപോലെ തന്നെ മുസ്ലിം പാർട്ടി നേതാക്കന്മാർ തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒക്കെ അത് ഏറ്റെടുത്തെങ്കിലും അത് വിശകലനം ചെയ്ത് ചിന്തിച്ച് കൊണ്ടുവന്ന് പാർട്ടിയെ ഉപദേശിച്ചത്, ശക്തമായി ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞതിൽ കൊളത്തൂർ മൗലവിയുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഞാൻ ആ കാര്യങ്ങൾ വിശദമായി പറയുന്നത് എത്ര മണിക്കൂർ വേണമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ ആദരവൊക്കെ
അഭിവന്ദരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തങ്ങളുൾപ്പെടെ ബഹുമാന്യരായ പിൽക്കാലത്ത് നേതാക്കൾ തങ്ങളുൾപ്പെടെ എല്ലാവരും സാധിക്കൽ തങ്ങളുൾപ്പെടെ എല്ലാവർക്കും ആദരവ് കൊളത്തൂർ മൗലവിയോട് ഉണ്ടായിരുന്നു. പല സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ഓഫർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് സൂട്ടാവില്ല എന്നാ പറയാം. വേറൊരു സമയത്ത് പാർട്ടിയുടെ ട്രഷറർ സ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റു ഭാരവാഹി സ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട അത് ഈ ജില്ലയിൽ ഒതുങ്ങിക്കൂടെയുള്ള എന്തെങ്കിലുമൊക്കെ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ നിസ്വാർത്ഥമായ സേവനം, പദവികൾ ആഗ്രഹിക്കാതെ എല്ലാ കാലത്തും നടത്തിയ മഹാനായ വ്യക്തിയായിരുന്നു കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി എന്നുള്ളത് എന്നും എല്ലാ മുസ്ലിം ലീഗുകാർക്കും എക്കാലത്തും അഭിമാനിക്കാനുള്ള ഒന്ന് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വർഷവും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ പറ്റുമെങ്കിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന വിനീതരായ എനിക്ക് ഇത്തവണയും അതിനവസരം ഉണ്ടായതിൽ സന്തോഷമുണ്ട്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ബഹുമാനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അവർകൾക്കാണ്. അദ്ദേഹം നമ്മുടെ ഇടയിൽ വർത്തമാന കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്നു, അതുപോലെ തന്നെ വിജ്ഞാനം പകർന്നു നൽകിയുമൊക്കെ തൻ്റേതായ നിലയിൽ വളരെ പ്രതിബദ്ധതയോടുകൂടി ഒരു പൊതുസമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിമൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു കൂട്ടായ്മ സൃഷ്ടിച്ച് അതിൻ്റെ ശക്തി സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ വളർത്തിയെടുത്തത്. അതാണ് പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ വളർത്തിയെടുത്ത ഒരു വിജയഗാഥ. ആ വിജയഗാഥ ഇവിടെ അനവധി സ്ഥാപനങ്ങളുണ്ടാക്കി, പദ്ധതികളുണ്ടാക്കി, മന്ത്രിസഭകൾ വന്നു പോയി. ആ മന്ത്രിസഭകളുടെ കാലത്തൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റി. മന്ത്രിസഭകളില്ലാത്ത കാലത്ത് പ്രതിപക്ഷത്ത് നമുക്കറിയാം, അറബി പ്രശ്നം വന്നപ്പോൾ കൊളത്തൂർ മൗലവിയൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന കാര്യം ജനകീയ ശക്തി കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇന്നും ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഇല്ലാത്ത രംഗം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതി ഇല്ല. സമൂഹത്തിന് മൊത്തത്തിൽ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ആ രീതിക്കാണ് ഇപ്പോഴും നിലനിൽപ്പും ശക്തിയും ഒക്കെ ഉള്ളത്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പരീക്ഷണ ഘട്ടമാണ് ഇപ്പോൾ. നാളെയാണ് വിധി, എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ശക്തിക്ക് ഒരു ചോർച്ചയും ഉണ്ടാവുകയില്ല. അത് ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ആ ചേരിക്കും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഈ പ്രവർത്തന രീതിയാണ്. സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലൊക്കെ മനുഷ്യനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, അതാണ് അടിവരയിടേണ്ട. ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത, ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രവർത്തനം നടത്തിയാൽ അവർ തിരിഞ്ഞു നോക്കൂല. പക്ഷേ നമ്മൾ നടത്തുന്നത് ജനങ്ങളുടെ അവർക്കാവശ്യമുള്ള തലമുറകൾ മാറി മാറി വരുമ്പോൾ ആ തലമുറകൾക്ക് മുഴുവൻ ആവശ്യമുള്ള പ്രവർത്തന രീതിയാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. ആ നിലയിൽ മാതൃക സൃഷ്ടിച്ച മഹാനായിരുന്നു കൊളത്തൂർ മൗലവി. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായ സേവനം ചെയ്ത ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അവர்களுം ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ അർഹനാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകളൊക്കെ സ്മരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. അല്ലാഹു അദ്ദേഹത്തിന് പാരത്രിക മോക്ഷ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് കൂടി നമുക്ക് ദുആ ചെയ്യാം. തൻ്റെ ബാല്യത്തിൽ
തൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ കൊളത്തൂരും പരിസരത്തുമൊക്കെ തിങ്ങി നിറഞ്ഞ് താമസിച്ചിരുന്നത് മുസ്ലിങ്ങളാണ്. വിദ്യാഭ്യാസപരമായുള്ള മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയിൽ സാമുദായികമായി, സാമൂഹികമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി ഒക്കെ മുസ്ലിം സമുദായം അന്ന് പിന്നിലായിരുന്നു. 1947 സ്വാതന്ത്ര്യം കൈവരിച്ചു നാം. 52 ആദ്യത്തെ സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് മുതൽ തന്നെ സമുദായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ ദുഃഖിതനായിരുന്നു മൗലവി സാഹിബ്. അത്തരം ചില നൈസർഗിക ശേഷികളും വാസനകളും ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ആ കാലത്ത് ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും കാലഘട്ടത്തിൻ്റെ താല്പര്യമനുസരിച്ച് മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും വിശിഷ്യ മുസ്ലിങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി നാനോന്മുഖമായ മേഖലകളിൽ സേവനം ചെയ്യുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. അത്തരം ആളുകളെ കൂടുതൽ കാലം സമൂഹത്തിൽ ലഭിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ എത്ര ദീർഘായുഷ്മാനാണ് ഒരു മനുഷ്യനെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം, അയാളുടെ ജീവിതം വളരെ ഹ്രസ്വമായി ആണ് സമൂഹത്തിന് അനുഭവപ്പെടുന്നത്. ഒരു അറബി കവി പാടിയിട്ടുണ്ട്, നെഞ്ചത്തിങ്ങനെ കൈവച്ച് നോക്കിയാൽ ക്ലോക്കിൻ്റെ പെൻഡുലം ചലിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അനുഭവപ്പെടും. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമാണ്, അത് ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഈ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ. രണ്ടാമതായി കവി പറയുന്നത് വലിയൊരു സന്ദേശമാണ്. ഫർഫഅ ലിനഫ്സിക ഖബ്ല മൗതിക ദിക്റഹ ഫദ്ദിക്റു ലിൽ ഇൻസാനി ഐശുൻ സാനി. ഫദ്ദിക്റു ലിൽ ഇൻസാനി ഉംറുൻ സാനി. അതുകൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പായി നീ ചില അടയാളപ്പെടുത്തലുകൾ ചെയ്യണം. നിൻ്റെ സ്വന്തം ആത്മാവിൻ്റെ, നിൻ്റെ സ്വന്തത്തിൻ്റെ സ്മരണ ഉയരാൻ ആവശ്യമായ സംരംഭങ്ങൾ നീ അനുവർത്തിക്കണം. കാരണം മരണശേഷമുള്ള ഒരു അനുസ്മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രണ്ടാം ആയുസ്സാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയും മരിച്ചു പോയ ശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള വാർഷിക ചടങ്ങുകളിലൂടെ അല്ലെങ്കിൽ നിരന്തരമായി അങ്ങനെ അനുസ്മരിക്കപ്പെടുന്ന ആളുകളും ധാരാളമുണ്ട്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞവർ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞവർ, സഹസ്രാബ്ദം പിന്നിട്ടവരൊക്കെ അനുസ്മരിക്കപ്പെടുന്നത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. അത് നീ നേരത്തെ പണി കൊടുക്കേണ്ടതാണ് എന്നാണ് ഈ കവി സൂചിപ്പിക്കുന്നത്. അതുപോലെ കൊളത്തൂർ മൗലവി വളരെ വിപുലമായ സ്മാരകങ്ങൾ പണിതുകൊണ്ടാണ് പോയത് എന്നാണ് ഞാൻ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ നിസ്തന്ത്രമായ ബഹുമുഖ പ്രവർത്തനങ്ങളാണ്. പുറമണ്ണൂരിലെ അൽ മജ്ലിസ് ലിദ്ദഅവൽ ഇസ്ലാമിയയിലും അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനിഷേധ്യമായ, അനുഗ്രഹീതമായ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ വളരെ ശ്രദ്ധേയമായ സമൂഹത്തിൻ്റെ ഉത്കർഷത്തിലേക്ക് വിരൽ ചൂണ്ടുകയും അതിൻ്റെ അഭാവം സമൂഹത്തിന് വരുത്തി വെക്കുന്ന പരിക്ക് വളരെ ഗൗരവതരമായിരിക്കുമെന്ന് ഉണർത്തുകയും ചെയ്യുന്ന ധാരാളം പഠനാർഹമായ പ്രഭാഷണങ്ങൾ, ക്ലാസുകൾ, നിർദ്ദേശങ്ങൾ, മാർഗദർശനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സുകൾ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അതറിയാം. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതവിടെ അനുസ്മരിച്ചത് ഞാൻ പ്രത്യേകം അടിവരയിടുകയാണ്. വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ ഒരു സമൂഹത്തിന് ഉത്കർഷമുണ്ടാകൂ എന്ന് പഠിപ്പിച്ചത് നമ്മുടെ മതമാണ്.
അതുകൊണ്ടാണ് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും മനനം ചെയ്യുവാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങളോടുകൂടി ആദ്യത്തെ ഖുർആനിക പഞ്ചസൂക്തങ്ങൾ അവതീർണമാകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. തൂലികക്കും ഗ്രന്ഥത്തിനും വലിയ പ്രസക്തി പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചു. ഗ്രന്ഥം എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള കൂട്ടുകാരനാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഖൈറു ജലീസിൻ ഫി സമാനി കിതാബു. എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും നല്ല സന്തത സഹചാരി കൂട്ടുകാരൻ ഗ്രന്ഥമാകുന്നു. ഗ്രന്ഥം പുസ്തകപാരായണം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സൗകര്യമനുസരിച്ച് ചെയ്യാം. ഇരുന്നോ, നിന്നോ, കിടന്നോ, നടന്നോ, കാറിലോ, തീവണ്ടിയിലോ, വിമാനത്തിലോ, പ്ലാറ്റ്ഫോമിലോ, റെയിൽവേ സ്റ്റേഷനിലോ, എയർപോർട്ടിലോ, എവിടെ വേണമെങ്കിലും ചെയ്യാം. അതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ പുസ്തക പാരായണത്തിന്, ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് ഏറ്റവും വലിയ പ്രസക്തി നൽകിയ മതമാണ് നമ്മുടെ മതം. 14ാം നൂറ്റാണ്ട് കാലം ജീവിച്ചു പോയ ഇസ്ലാമിൻ്റെ നേതാക്കന്മാരൊക്കെ ഗ്രന്ഥങ്ങളിലൂടെ വിപ്ലവം നടത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ 10, 15, 20, 25, 30 വാള്യങ്ങളുള്ള ഗ്രന്ഥം രചിച്ചത് ഒരു വ്യക്തിയാണ്. എൻസൈക്ലോപീഡിയ സംസ്കാരം വരുന്നതിന് മുമ്പ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, മലയാളത്തിലുള്ള വിശ്വവിജ്ഞാന കോശം 10 വാള്യം 12 വാള്യമൊക്കെയാണ് അതുള്ളത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയും ഫ്രഞ്ച് എൻസൈക്ലോപീഡിയയും ഒക്കെ ധാരാളം വാള്യങ്ങളുണ്ട്. എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ ഒരാൾ തന്നെ അച്ചടിയന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് സ്വന്തം കൈകൊണ്ട്, കടലാസ് സുലഭമല്ലാതിരുന്ന കാലത്ത്, എഴുതാനുള്ള സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത് അവരെങ്ങനെ 10, 15, 20, 25, 30 ഒക്കെ വാള്യങ്ങളുള്ളത്. ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തിയുടെ ജമുൽ ജവാമി എന്ന കിതാബ് ഉദാഹരണത്തിന് 30 വാള്യമാണ്. 1505 ക്രിസ്തബ്ദം. 1505 ഇമാം സുയൂത്തി വഫാത്താകുന്നത്. 5ാം നൂറ്റാണ്ട് മുൻപ് ജീവിച്ച മുസ്ലിം പണ്ഡിതൻ 30 വാള്യങ്ങളുള്ള ഗ്രന്ഥം എഴുതുന്നു. ആ 30 വാള്യങ്ങളുടെ ഏക ഗ്രന്ഥമല്ല അദ്ദേഹത്തിൻ്റെത്. ചെറുതും വലുതുമായി അദ്ദേഹത്തിന് 972 ഗ്രന്ഥങ്ങളുണ്ട്. 972 ഗ്രന്ഥം വില കൊടുത്ത് വാങ്ങി വീട് സൂക്ഷിച്ചതല്ല, സ്വന്തം കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളുടെ എണ്ണമാണ് പറഞ്ഞത് 972. അങ്ങനെ അറിവിന്, പഠനത്തിന്, മനനത്തിന്, ഗവേഷണത്തിന്, ഗ്രന്ഥരചനക്ക്, ഗ്രന്ഥപാരായണത്തിന് ഒക്കെ ഏറ്റവും വലിയ സ്ഥാനം നൽകിയ നമ്മുടെ ദീൻ, മഹാന്മാരായ പണ്ഡിതന്മാർ ആ വെളിച്ചത്തിലൂടെ സേവനം ചെയ്തു. വൈജ്ഞാനിക സേവനങ്ങൾ. കൊളത്തൂർ മൗലവി സാഹിബ് അവർകളും അങ്ങനെയുള്ള ശ്രദ്ധേയമായ നിരവധി വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു എൻഡോമെൻ്റ് സ്വീകരിക്കുവാൻ ഞാൻ അനർഹനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. ولا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا. സംരംഭങ്ങൾ, പ്രവർത്തനങ്ങൾ, തങ്ങൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ, അതിലൂടെ ജനങ്ങളിൽ നിന്ന് സ്തുതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. യഫ്റഹൂന ബിമാ അതൗ. രണ്ടാം കാറ്റഗറി വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ. അവനവൻ അനുവർത്തിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും സ്തുതി കീർത്തനങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉദാഹരണം ഫലതഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്. പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവർ ഭയപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഫലതഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയൊന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നീ അതിന് വരണം എന്ന് പറഞ്ഞാൽ പിന്നെ വരാതിരിക്കലൊരു അനുസരണം കേടാണ്. ഏതാണെങ്കിലും അള്ളാഹു ഈ സംരംഭം സംഘടിപ്പിച്ചവർക്ക്, ഇതിന് മേൽനോട്ടം വഹിച്ചവർക്ക്, ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക്, കൊളത്തൂർ മൗലവി പിന്നെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനും അൽ മജ്ലിസ് ലിദ്ദഅവ അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൽ അതിൻ്റെ സംവിധാനങ്ങൾക്കുമൊക്കെ
നേതൃത്വം നൽകിയ, പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നേതാക്കന്മാരും പ്രവർത്തകന്മാരും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെയുള്ള നേതാക്കന്മാരും പ്രവർത്തകന്മാരുമൊക്കെ ഇവിടെ വന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരൊക്കെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നതുകൂടിയാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് ഭൗതികമായ കാര്യങ്ങളാണ്, രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. അത് ദീനിന് പുറത്തല്ല, ദീനിനകത്ത് തന്നെയാണ്, പുറത്താക്കാനല്ല ഞാനിത് പറയുന്നത്. കാരണം സത്യവിശ്വാസികളെ രണ്ടായി തിരിക്കുന്നുണ്ട്, മനുഷ്യരെ രണ്ട് ഗ്രൂപ്പായി തിരിക്കുന്നുണ്ട് ഖുർആൻ. അതിലൊന്ന് സത്യവിശ്വാസികളാണ്. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പഠിച്ചവനെ ഞങ്ങൾ ഭൗതിക കാര്യങ്ങളിലും ഞങ്ങൾക്ക് നല്ലത് തരണം, പാരത്രിക കാര്യങ്ങളിലും നല്ലത് തരണം എന്ന് പറയുന്നവരാണ് വിജയികൾ. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അപ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾ ദീനിൻ്റെ സംരംഭങ്ങളാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിയ്യത്ത് കൊണ്ടാണ്. നമ്മൾ സാധാരണ മുസ്ലിമീങ്ങൾ പറഞ്ഞാണ് നിയ്യത്ത്. ഉദ്ദേശ്യം ശുദ്ധമാവുക, ഉദ്ദേശ്യം ശുദ്ധമാവുക. അപ്പോൾ ഒരാൾ കച്ചവടം തുടങ്ങി സതുദ്ദേശത്തോടു കൂടി. എന്താ സതുദ്ദേശം? ആൾക്കാർക്കൊക്കെ ഈ ചായ കച്ചവടം ചെയ്യണം, ചായ കിട്ടണം, അല്ലെങ്കിൽ കാപ്പി കിട്ടണം, പിന്നെ കടി വേണം. അതിന് ആളുകളെ സൗകര്യം, ആ ആവശ്യം നിർവഹിക്കാൻ ഞാനൊരു ചായക്കട തുടങ്ങുകയാണ് എന്നൊരാൾ വിചാരിച്ചാൽ അതിനകത്ത് കൂലിയുണ്ടാവും. കൃഷി ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഏത് ദുന്യവിയായ കാര്യവും ദീനിൻ്റെ കാര്യവുമാവും അല്ലെങ്കിൽ ആഖിറത്തിലേക്കുള്ള കാര്യമാവും. എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ് മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് ഒരു ദുർനടപ്പുകാർ വെള്ളം കൊടുത്ത കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മരുഭൂമിയിലൂടെ പോവുക, അവിടെ വെള്ളമുള്ള കുണ്ടുണ്ട്, പക്ഷേ അവിടെ മരുഭൂമിയിൽ ആളുണ്ടാവില്ല, അതുകൊണ്ട് ബക്കറ്റും കയറൊന്നും ഉണ്ടാവില്ല. ഒരു നായ ആ ജലാശയത്തിൻ്റെ മുകളിലുള്ള നനവുള്ള മണ്ണ് കപ്പി തിന്നാണ്. ആ ഒരു ആശ്വാസങ്ങളും കിട്ടാൻ വേണ്ടി. അത് കണ്ട് ഇവളുടെ ഹൃദയം അലിഞ്ഞു, മനസ്സലിഞ്ഞു. അവൾക്കറിയാം, മനുഷ്യർക്കൊക്കെ അറിയാമല്ലോ ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാഠിന്യം. അവൾ ചിന്തിച്ചു, എന്നെപ്പോലെ ഒരു ജന്തു ജീവിയാണുള്ളത്, അതിന് വെള്ളം കിട്ടാത്തതുകൊണ്ട് കഷ്ടപ്പെടുക, അതുകൊണ്ട് ഞാൻ വെള്ളം കൊടുക്കണം. എങ്ങനെ കൊടുക്കുക? ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ അറബികൾ പണ്ട് കാലുമ്മൽ ധരിക്കുന്ന ഒരു ഉപകരണമുണ്ട്, ഹുഫ് എന്നുള്ളതിന് അറബി പറയാം, ഹുഫ്. അതിൻ്റെ കോലത്തിനൊരു സോക്സ് ഉദാഹരണമായി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ സോക്സിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചാൽ അത് പുറത്തേക്ക് പോകും. ഹുഫിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചാൽ പുറത്തേക്ക് പോകില്ല, അത് ലെതർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവൾ കാലുകളിലുള്ള ഹുഫ് അഴിച്ചിട്ട് അതിൻ്റെ മടമ്പിൻ്റെ മുകൾ ഭാഗത്തൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അവരുടെ ശരീരത്തിൻ്റെ വസ്ത്രത്തിലൊരു നാട മുറിച്ചുണ്ടാക്കിയിട്ട് ആ നാട ഈ ഓട്ടയിലിട്ട് കെട്ടിയിട്ട് ഈ ഹുഫ് വെള്ളത്തിൽ കിട്ടും. അപ്പോൾ ലീക്ക് ഉണ്ടാകാത്തതുകൊണ്ട് അതിന് വെള്ളം കിട്ടും. അത് പൊന്തിച്ചിട്ട് ഈ നായക്ക് വെള്ളം കിട്ടും. അവൾ ആ ഒരു പുണ്യകർമ്മം കൊണ്ട് പാപമോചനത്തിനും തദ്വാര സ്വർഗപ്രവേശനത്തിനും അർഹയായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ദുന്യവിയായ ഒരു കാര്യം, ഭൗതികമായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് ഒരാൾ ചെയ്താൽ അത് പുണ്യകർമ്മമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവർക്ക് നാനോന്മുഖമായ ക്ഷേമം കൈവരുത്തി കൊടുക്കാനും വേണ്ടിയാണ്. മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉദാഹരണം 100 കൊല്ലം പൂർത്തിയാക്കി. അത് പ്രവർത്തിക്കുന്നത് മുസ്ലിമുകളുടെ മതപരമായ മോക്ഷം, ക്ഷേമം, പുരോഗതി, ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. രണ്ടും ആവശ്യമാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അപ്പം അങ്ങനെയുള്ളൊരു അനുഗ്രഹീതമായ ചടങ്ങിലാണ് നമ്മളിവിടെ പങ്കെടുത്തിരിക്കുന്നത്. ആ അങ്ങനെയുള്ളൊരു ചടങ്ങിലാണ് ഈ എൻഡോമെൻ്റ് കൈമാറ്റം തീരുമാനിക്കപ്പെട്ടത്. അള്ളാഹു ഇതൊരു അനുഗ്രഹീത സംരംഭമായി, പവിത്രമായ ഒരു ഉദ്യമമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ പടച്ചവന് വേണ്ടി ആക്കാൻ ശ്രമിക്കും. പാവപ്പെട്ട അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി
പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ ധർമ്മസമരം അനുഷ്ഠിക്കുന്നതിന് ഖുർആനിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാലക്കും എന്ത് പറ്റി ജനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു ചോദിക്കുക, ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന ലാ എന്ന് പറഞ്ഞ വിശദമായ ഒരു ആയത്ത്. നിങ്ങൾ എന്തുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, പിന്നെ വയോവൃദ്ധരായ ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരം ചെയ്യുന്നില്ല? ധർമ്മസമരം എന്ന് പറഞ്ഞാൽ എല്ലാ അധ്വാനവും പൊതുപ്രവർത്തനവും ഒക്കെ അതിൽ ഉൾപ്പെട്ടു. അപ്പം അത് ചെയ്യാൻ വേണ്ടി കർശനമായി പ്രോത്സാഹിപ്പിച്ച കൽപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് നമ്മൾ കൂലി കിട്ടും. അപ്പോൾ നമ്മൾ പൊതുരംഗത്തുള്ള ഏത് പ്രവർത്തനത്തിനും അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചാൽ പ്രതിഫലം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യം അറിയാം. ഞാൻ ഒന്നുകൂടി അത് ഉണർത്തുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ ഈ സംരംഭം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് ഏർപ്പെടുത്തിയ ഈ ട്രസ്റ്റിനും കമ്മിറ്റിക്കും സ്ഥാപനത്തിനുമൊക്കെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇവിടെ ഈ താജ് ഓഡിറ്റോറിയത്തിൽ ചെമ്മാട് വെച്ചിട്ട് സംഘടിപ്പിക്കാൻ വിശിഷ്യ പ്രത്യേകം ചില ആളുകളൊക്കെ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട്. പ്രവർത്തന രംഗത്ത് അവരിറങ്ങി കുറേ ദിവസങ്ങൾ പ്രവർത്തിച്ചു. അതൊക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ഇഹപര വിജയികളിൽ ആക്കുകയും